നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പ്രാഥമിക പ്രവർത്തനമല്ലാത്തത് ഏതാണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ NIDM പ്രാഥമിക പ്രവർത്തനമല്ലാത്തത് ഏതാണ്? എ. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട പരിശീലനവും ഗവേഷണവും നടത്തുക. ബി. ദുരന്ത നിവാരണ നയങ്ങൾ രൂപീകരിക്കുന്നതിന് സഹായം നൽകുക. സി. രാജ്യത്തുടനീളം ദുരന്ത സമയത്ത് നേരിട്ട് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുക. ഡി. ദുരന്ത സാധ്യത കുറയ്ക്കുന്നതിനുള്ള ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുക. ശരിയായ ഉത്തരം രാജ്യത്തുടനീളം ദുരന്ത സമയത്ത് നേരിട്ട് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുക. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പ്രാഥമിക പ്രവർത്തനമല്ലാത്തത് രാജ്യത്തുടനീളം ദുരന്ത സമയത്ത് നേരിട്ട് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുക. ദുരന്ത സമയത്ത് നേരിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നത് NIDM അല്ല. അത്തരം പ്രവർത്തനങ്ങൾ പ്രധാനമായും നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് NDRF, സംസ്ഥാന ദുരന്ത നിവാരണ സേനകൾ എന്നിവയാണ് നിർവഹിക്കുന്നത്. പ്രതികരണ ഘട്ടത്തിൽ ഇൻസിഡൻറ്റ് കമാൻഡ് സിസ്റ്റം ICS നിർണായകമാണ്. കാരണം പ്രതികരണ ഘട്ടത്തിൽ ഇൻസിഡൻറ്റ് കമാൻഡ് സിസ്റ്റം ICS നിർണായകമാണ്. കാരണം ഓപ്ഷൻ എ. പ്രധാനമന്ത്രിയുടെ അധികാരത്തിന് കീഴിൽ എല്ലാ തീരുമാനങ്ങളും ഇത് കേന്ദ്രീകരിക്കുന്നു. ബി. വ്യത്യസ്ത ദുരന്ത സ്ഥലങ്ങളിൽ ഒന്നിലധികം ഏജൻസികളെ ഏകോപിപ്പിക്കുന്നതിന് ഇത് ഒരു സ്റ്റാൻഡേർഡ് ഫ്ലെക്സിബിൾ ഘടന നൽകുന്നു. സി. ഇത് പ്രാദേശിക ഭരണ സംവിധാനങ്ങളെ സൈനിക നേതൃത്വത്തിലുള്ള ദുരന്ത പ്രതികരണത്തിലൂടെ മാറ്റിസ്ഥാപിക്കുന്നു. ഡി. ഒരു ദുരന്തത്തിന് ശേഷം ദീർഘകാല പുനരധിവാസവുമായി ഇത് പ്രധാനമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. വ്യത്യസ്ത ദുരന്ത സ്ഥലങ്ങളിൽ ഒന്നിലധികം ഏജൻസികളെ ഏകോപിപ്പിക്കുന്നതിന് ഇത് ഒരു സ്റ്റാൻഡേർഡ് ഫ്ലെക്സിബിൾ ഘടന നൽകുന്നു. പ്രതികരണ ഘട്ടത്തിൽ ഇൻസിഡൻറ്റ് കമാൻഡ് സിസ്റ്റം ICS നിർണായകമാണ്. കാരണം വ്യത്യസ്ത ദുരന്ത സ്ഥലങ്ങളിൽ ഒന്നിലധികം ഏജൻസികളെ ഏകോപിപ്പിക്കുന്നതിന് ഇത് സ്റ്റാൻഡേർഡ് ഫ്ലെക്സിബിൾ ഘടന നൽകുന്നു. ഇൻസിഡൻറ്റ് കമാൻഡ് സിസ്റ്റം എന്നത് ദുരന്ത പ്രതികരണ സമയത്ത് വിവിധ വകുപ്പുകളും ഏജൻസികളും ഏകോപിതമായി പ്രവർത്തിക്കാൻ സഹായിക്കുന്ന സ്റ്റാൻഡേർഡൈസ്ഡ് മാനേജ്മെൻറ്റ് സംവിധാനമാണ്. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള ഒരു കുട നിയമ നിർമ്മാണമായി കണക്കാക്കപ്പെടുന്ന നിയമം ഏതാണ്? എ. വന്യജീവി സംരക്ഷണ നിയമം 1972. ബി. പരിസ്ഥിതി സംരക്ഷണ നിയമം 1986. സി. വനസംരക്ഷണ നിയമം 1980. ഡി. ജലനിയമം മലിനീകരണ തടയലും നിയന്ത്രണവും 1974. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. പരിസ്ഥിതി സംരക്ഷണ നിയമം 1986. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള ഒരു കുട നിയമ നിർമ്മാണമായി അംബ്രല ലെജിസ്ലേഷൻ കണക്കാക്കപ്പെടുന്ന നിയമം ഏത്? ഉത്തരം ഓപ്ഷൻ ബി. പരിസ്ഥിതി സംരക്ഷണ നിയമം 1986. പരിസ്ഥിതി സംരക്ഷണ നിയമം 1986, എൻവയൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ഇന്ത്യയിലെ കുട നിയമം എന്നറിയപ്പെടുന്നു. 1984 ഭോപ്പാൽ വാതക ദുരന്തത്തെ തുടർന്നാണ് ഈ നിയമം കൊണ്ടുവന്നത്. എന്താണ് ഗ്രീൻ ഓഡിറ്റിങ്ങിൻ്റെ പ്രാഥമിക ലക്ഷ്യം? എ. സാമ്പത്തിക പ്രകടനം വിലയിരുത്താൻ. ബി. പാരിസ്ഥിതിക ആഘാതവും സുസ്ഥിരതയും വിലയിരുത്താൻ. സി. നികുതി നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ. ഡി. ജീവനക്കാരുടെ ധാർമ്മികത മെച്ചപ്പെടുത്താൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി. പാരിസ്ഥിതിക ആഘാതവും സുസ്ഥിരതയും വിലയിരുത്താൻ. എന്താണ് ഗ്രീൻ ഓഡിറ്റിങ്ങിൻ്റെ പ്രാഥമിക ലക്ഷ്യം? പാരിസ്ഥിതിക ആഘാതവും സുസ്ഥിരതയും വിലയിരുത്താൻ. ഗ്രീൻ ഓഡിറ്റിംഗ് എന്നത് ഒരു സ്ഥാപന പരിസരം അല്ലെങ്കിൽ ക്യാമ്പസിൻ്റെ പരിസ്ഥിതിയിലുള്ള സ്വാധീനവും സുസ്ഥിര പ്രവർത്തനങ്ങളും വിലയിരുത്തുന്ന പ്രക്രിയയാണ്. ഇന്ത്യയിലെ ഒരു വന്യജീവി സങ്കേതത്തിൻ്റെ പ്രാഥമിക ഉദ്ദേശം എന്താണ്? ഇന്ത്യയിലെ ഒരു വന്യജീവി സങ്കേതത്തിൻ്റെ പ്രാഥമിക ഉദ്ദേശം എന്താണ്? എ. വിദേശ മൃഗങ്ങൾക്ക് ആവാസ വ്യവസ്ഥ ഒരുക്കുക. ബി. പരിസ്ഥിതി ടൂറിസം പ്രോത്സാഹിപ്പിക്കുക. സി. വന്യജീവികളെയും അവയുടെ ആവാസ വ്യവസ്ഥകളെയും സംരക്ഷിക്കുക. ഡി. ശാസ്ത്രീയ ഗവേഷണം നടത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി. വന്യജീവികളെയും അവയുടെ ആവാസ വ്യവസ്ഥകളെയും സംരക്ഷിക്കുക. ഇന്ത്യയിൽ വന്യജീവി സങ്കേതങ്ങൾ പ്രഖ്യാപിക്കുന്നത് 1972 വന്യജീവി സംരക്ഷണ നിയമം പ്രകാരമാണ്. പരിസ്ഥിതി സംരക്ഷണ ഏജൻസി EPA പ്രകാരം സൾഫർ ഡൈ ഓക്സൈഡ് ഉദ്വമനത്തിൻ്റെ ഏറ്റവും വലിയ ഉറവിടം ഏതാണ്? പരിസ്ഥിതി സംരക്ഷണ ഏജൻസി EPA പ്രകാരം സൾഫർ ഡൈ ഓക്സൈഡ് ഉദ്വമനത്തിൻ്റെ ഏറ്റവും വലിയ ഉറവിടം ഏതാണ്? ഓപ്ഷൻ എ. ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന ലോക്കോമോട്ടീവുകൾ. ബി. ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന കപ്പലുകൾ. സി. അയിരുകളിൽ നിന്ന് ലോഹങ്ങൾ വേർതിരിച്ചെടുക്കൽ. ഡി. ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന പവർ പ്ലാന്റുകൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി. ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന പവർ പ്ലാന്റുകൾ. പരിസ്ഥിതി സംരക്ഷണ ഏജൻസി EPA പ്രകാരം സൾഫർ ഡൈ ഓക്സൈഡ് SO2 ഉദ്വമനത്തിൻ്റെ ഏറ്റവും വലിയ ഉറവിടം ഏതാണ്? ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന പവർ പ്ലാന്റുകൾ. സൾഫർ ഡൈ ഓക്സൈഡ് SO2 പ്രധാനമായും കൽക്കരി, എണ്ണ തുടങ്ങിയ സൾഫർ അടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുമ്പോഴാണ് അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി പ്രസ്ഥാനമായി കണക്കാക്കപ്പെടുന്നത് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി പ്രസ്ഥാനമായി കണക്കാക്കപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ. ചിപ്കോ പ്രസ്ഥാനം. ബി. ആപ്പിക്കോ പ്രസ്ഥാനം. സി. ലോക് സത്ത പ്രസ്ഥാനം.
ഡി നർമ്മദ ബച്ചാവോ ആന്തോളൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ചിപ്കോ പ്രസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി പ്രസ്ഥാനമായി കണക്കാക്കപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ ചിപ്കോ പ്രസ്ഥാനം. ചിപ്കോ പ്രസ്ഥാനം 1973 ഇന്നത്തെ ഉത്തരാഖണ്ഡിൽ അന്നത്തെ ഉത്തർപ്രദേശിൽ ആരംഭിച്ചു. ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തികൾ ചണ്ഡി പ്രസാദ് ഭട്ട്, പിന്നെ സുന്ദർലാൽ ബഹോള ആണ് എന്ന് ഓർമ്മിക്കുക. EIA എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് പ്രക്രിയയുടെ പ്രധാന ഘട്ടങ്ങൾ എന്തൊക്കെയാണ്? EIA എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് പ്രക്രിയയുടെ പ്രധാന ഘട്ടങ്ങൾ എന്തൊക്കെയാണ്? ഓപ്ഷൻ എ സ്ക്രീനിങ്, സ്കോപ്പിംഗ്, ഇമ്പാക്റ്റ് പ്രവചനം, ലഘൂകരണം, നിരീക്ഷണം. ബി ഇമ്പാക്റ്റ് പ്രവചനം, ലഘൂകരണം, നിരീക്ഷണം. സി സ്ക്രീനിങ്, സ്കോപ്പിംഗ്, ഇമ്പാക്റ്റ് പ്രവചനം. ഡി ലഘൂകരണവും നിരീക്ഷണവും. ശരിയായ ഉത്തരം സ്ക്രീനിങ്, സ്കോപ്പിംഗ്, ഇമ്പാക്റ്റ് പ്രവചനം, ലഘൂകരണം, നിരീക്ഷണം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ സ്ക്രീനിങ്, സ്കോപ്പിംഗ്, ഇമ്പാക്റ്റ് പ്രവചനം, ലഘൂകരണം, നിരീക്ഷണം. EIA എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് പ്രക്രിയയുടെ പ്രധാന ഘട്ടങ്ങൾ: സ്ക്രീനിങ്, സ്കോപ്പിംഗ്, ഇമ്പാക്റ്റ് പ്രവചനം, ലഘൂകരണം, നിരീക്ഷണം. എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്നത് വികസന പദ്ധതിയുടെ പരിസ്ഥിതിയിലുണ്ടാക്കുന്ന ആഘാതങ്ങൾ മുൻകൂട്ടി വിലയിരുത്തുന്ന പ്രക്രിയയാണ്. സുസ്ഥിര അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള പ്രധാന പരിഗണനകൾ എന്തൊക്കെയാണ്? സുസ്ഥിര അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള പ്രധാന പരിഗണനകൾ എന്തൊക്കെയാണ്? എ പരിസ്ഥിതി സുസ്ഥിരവും സാമൂഹിക ഉത്തരവാദിത്വവും. ബി സാമ്പത്തിക സാധ്യതയും സാങ്കേതിക സാധ്യതയും. സി സ്ഥാപനശേഷിയും ഭരണവും. ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ശരിയായ ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം. പരിസ്ഥിതി സുസ്ഥിരതയും സാമൂഹിക ഉത്തരവാദിത്വവും, സാമ്പത്തിക സാധ്യതയും സാങ്കേതിക സാധ്യതയും, സ്ഥാപനശേഷിയും ഭരണവും. ആഗോള സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റക്കുറച്ചിലുകൾക്ക് ഏറ്റവും സെൻസിറ്റീവ് ആയത് കേരളത്തിലെ ഏതൊക്കെ വിളകളാണ്? ആഗോള സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റക്കുറച്ചിലുകൾക്ക് ഏറ്റവും സെൻസിറ്റീവ് ആയത് കേരളത്തിലെ ഏതൊക്കെ വിളകളാണ്? എ റബ്ബറും സുഗന്ധവ്യഞ്ജനങ്ങളും. ബി പരുത്തിയും ചണവും. സി റാഗിയും തേങ്ങയും. ഡി കരിമ്പും പുകയിലയും. ശരിയായ ഉത്തരം ഓപ്ഷൻ എ റബ്ബറും സുഗന്ധവ്യഞ്ജനങ്ങളും. ആഗോള സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റക്കുറച്ചിലുകൾക്ക് ഏറ്റവും സെൻസിറ്റീവ് ആയത് കേരളത്തിലെ ഏതൊക്കെ വിളകളാണ്? ഓപ്ഷൻ എ റബ്ബറും സുഗന്ധവ്യഞ്ജനങ്ങളും. സ്ത്രീ ശാക്തീകരണത്തിനായുള്ള കേരളത്തിലെ മുൻനിര സംരംഭം ഏത് പരിപാടിയാണ്? സ്ത്രീ ശാക്തീകരണത്തിനായുള്ള കേരളത്തിൻ്റെ മുൻനിര സംരംഭം ഏത് പരിപാടിയാണ്? ഓപ്ഷൻ എ കുടുംബശ്രീ. ബി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. സി സേവ. ഡി ജനനി സുരക്ഷാ യോജന. ശരിയായ ഉത്തരം ഓപ്ഷൻ എ കുടുംബശ്രീ. സ്ത്രീ ശാക്തീകരണത്തിനായുള്ള കേരളത്തിൻ്റെ മുൻനിര സംരംഭം ഏത് പരിപാടിയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ കുടുംബശ്രീ. കുടുംബശ്രീ ആരംഭിച്ചത് 1998 മെയ് 17 നാമകരണം ചെയ്തത് അടൽ ബിഹാരി വാജ്പേയി ആണ്. ആരംഭം 1998 മെയ് 17. നീതി ആയോഗിൻ്റെ 2021-22 ആരോഗ്യ സൂചിക പ്രകാരം കേരളത്തിൻ്റെ ശിശുമരണ നിരക്ക്. നീതി ആയോഗിൻ്റെ 2021-22 ആരോഗ്യ സൂചിക പ്രകാരം കേരളത്തിൻ്റെ ശിശുമരണ നിരക്ക്. ഓപ്ഷൻ എ ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ്. ബി ദേശീയ ശരാശരിയേക്കാൾ കുറവാണ്. സി ദേശീയ ശരാശരിക്ക് തുല്യമാണ്. ഡി രേഖപ്പെടുത്തിയിട്ടില്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ദേശീയ ശരാശരിയേക്കാൾ കുറവാണ്. നീതി ആയോഗിൻ്റെ 2021-22 ആരോഗ്യ സൂചിക പ്രകാരം കേരളത്തിൻ്റെ ശിശുമരണ നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ കുറവാണ്. 13ാം പദ്ധതിയുടെ 4 മിഷനുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? 13ാം പദ്ധതിയുടെ 4 മിഷനുകളിൽ 4 മിഷൻസ് ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ ഉയർന്ന നിലവാരമുള്ള സ്കൂൾ വിദ്യാഭ്യാസം. ബി ആർദ്രം ജനസൗഹൃദ ആരോഗ്യ സൗകര്യങ്ങൾ. സി ഹരിത കേരളം പരിസ്ഥിതി സൗഹൃദ വികസനം. ഡി ഡിജിറ്റൽ ഇന്ത്യ മിഷൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഡിജിറ്റൽ ഇന്ത്യ മിഷൻ. 13ാം പദ്ധതിയുടെ 4 മിഷനുകളിൽ 4 മിഷൻസ് ഉൾപ്പെടാത്തത് ഏതാണ്? ശരിയായ ഉത്തരം ഡിജിറ്റൽ ഇന്ത്യ മിഷൻ. ഡിജിറ്റൽ ഇന്ത്യ മിഷൻ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ദേശീയ പദ്ധതിയാണ്. അതിനാൽ ഇത് കേരളത്തിൻ്റെ 13ാം പഞ്ചവത്സര പദ്ധതിയിലെ 4 മിഷനുകളിൽ ഉൾപ്പെടുന്നില്ല. താഴെ പറയുന്നവയിൽ ഏതാണ് കേരള മോഡലിൻ്റെ വിരോധാഭാസം വിശദീകരിക്കുന്നത്? താഴെ പറയുന്നവയിൽ ഏതാണ് കേരള മോഡലിൻ്റെ വിരോധാഭാസം, കേരള മോഡൽ പാരഡോക്സ് വിശദീകരിക്കുന്നത്? എ ഉയർന്ന സാക്ഷരതയും സാമൂഹിക വികസനവും ഉണ്ടായിരുന്നിട്ടും ഉയർന്ന തൊഴിലില്ലായ്മ. ബി ഉയർന്ന വ്യവസായവൽക്കരണം എന്നാൽ കുറഞ്ഞ പ്രതിശീർഷ വരുമാനം. സി ഉയർന്ന പ്രതിശീർഷ വരുമാനം എന്നാൽ കുറഞ്ഞ അസമത്വം. ഡി ഉയർന്ന ജനന നിരക്കും കുറഞ്ഞ ശിശുമരണ നിരക്കും. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഉയർന്ന സാക്ഷരതയും സാമൂഹിക വികസനവും ഉണ്ടായിരുന്നിട്ടും ഉയർന്ന തൊഴിലില്ലായ്മ. മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിൻ്റെ വികസന അനുഭവത്തെ ഏറ്റവും ശക്തമായി വേർതിരിക്കുന്ന ഘടകം ഏതാണ്? ഓപ്ഷൻ എ ഉയർന്ന വരുമാന അസമത്വം. ബി ആദ്യം സാമൂഹിക വികസനം പിന്നീട് വളർച്ച. സി കയറ്റുമതി നയിക്കുന്ന ഉൽപ്പാദന വളർച്ച. ഡി വിദ്യാഭ്യാസത്തിൻ്റെ കനത്ത സ്വകാര്യവൽക്കരണം. ശരിയായ ഉത്തരം ആദ്യം സാമൂഹിക വികസനം പിന്നീട് വളർച്ച. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിൻ്റെ വികസന അനുഭവത്തെ ഏറ്റവും ശക്തമായി വേർതിരിക്കുന്ന ഘടകം ഏതാണ്? ഓപ്ഷൻ ബി ആദ്യം സാമൂഹിക വികസനം പിന്നീട് വളർച്ച. 13ാം പഞ്ചവത്സര പദ്ധതിയിൽ
കേരളത്തിൽ ഇനിപ്പറയുന്നവയിൽ ഏതാണ് കൂടുതൽ വ്യവസ്ഥാപിതമായി വികസിപ്പിച്ചെടുത്തത്? 13ാം പഞ്ചവത്സര പദ്ധതിയിൽ കേരളത്തിൽ ഇനിപ്പറയുന്നവയിൽ ഏതാണ് കൂടുതൽ വ്യവസ്ഥാപിതമായി വികസിപ്പിച്ചെടുത്തത്? എ. വികേന്ദ്രീകൃത ആസൂത്രണം, ബി. കുടുംബശ്രീ പരിപാടി, സി. കുട്ടികളുടെ സംരക്ഷണ പദ്ധതികൾ, ഡി. ലിംഗ ബജറ്റിംഗ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ. വികേന്ദ്രീകൃത ആസൂത്രണം. 13ാം പഞ്ചവത്സര പദ്ധതിയിൽ കേരളത്തിൽ ഇനിപ്പറയുന്നവയിൽ ഏതാണ് കൂടുതൽ വ്യവസ്ഥാപിതമായി വികസിപ്പിച്ചെടുത്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ. വികേന്ദ്രീകൃത ആസൂത്രണം. പ്രാദേശിക ആവശ്യങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള വികസനം, ജനപങ്കാളിത്തം, സുസ്ഥിര വികസനം എന്നിവയാണ് ഈ സമീപനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. GST കൗൺസിലിൻ്റെ അധ്യക്ഷൻ ആരാണ്? GST കൗൺസിലിൻ്റെ അധ്യക്ഷൻ ആരാണ്? എ. പ്രധാനമന്ത്രി, ബി. കേന്ദ്ര ധനകാര്യമന്ത്രി, സി. ഇന്ത്യൻ പ്രസിഡന്റ്, ഡി. മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. ശരിയായ ഉത്തരം കേന്ദ്ര ധനകാര്യമന്ത്രി. GST കൗൺസിലിൻ്റെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി. കേന്ദ്ര ധനകാര്യമന്ത്രി. GST കൗൺസിൽ രൂപീകരിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ 279 എ അനുച്ഛേദപ്രകാരമാണ്. GST ഇന്ത്യയിൽ നിലവിൽ വന്നത് 2017 ജൂലൈ 1-നാണ്. GST ഇന്ത്യയിൽ നിലവിൽ വന്നത് 2017 ജൂലൈ 1-നാണ്. ഹൈക്കോടതികളുടെ ജുഡീഷ്യൽ അവലോകനം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനഘടനയുടെ ഭാഗമാണെന്ന് ഏത് കേസിലാണ് വിധിച്ചിരിക്കുന്നത്? ഹൈക്കോടതിയുടെ ജുഡീഷ്യൽ അവലോകനം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനഘടനയുടെ ഭാഗമാണെന്ന് ഏത് കേസിലാണ് വിധിച്ചിരിക്കുന്നത്? എ. കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, ബി. മിനർവ മിൽസ് ലിമിറ്റഡ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, സി. SP സമ്പത്ത് കുമാർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, ഡി. L ചന്ദ്രകുമാർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി. L ചന്ദ്രകുമാർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1997. ഭരണഘടനയിലെ അനുച്ഛേദം 226 ഓഫ് ഹൈക്കോർട്ട്സ്, അനുച്ഛേദം 32 ഓഫ് സുപ്രീം കോർട്ട് എന്നിവ പ്രകാരമുള്ള ജുഡീഷ്യൽ റിവ്യൂ അധികാരം ഇല്ലാതാക്കാൻ കഴിയില്ല. CDS-UN 1975 പഠനമനുസരിച്ച് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നയങ്ങളുടെ പ്രാഥമിക സംഭാവന എന്തായിരുന്നു? CDS-UN 1975 പഠനമനുസരിച്ച് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നയങ്ങളുടെ പ്രാഥമിക സംഭാവന എന്തായിരുന്നു? എ. വ്യാവസായിക വളർച്ച പ്രോത്സാഹിപ്പിച്ചു, ബി. സാർവത്രിക ഉന്നത വിദ്യാഭ്യാസം ഉറപ്പാക്കി, സി. സാമൂഹിക സാമ്പത്തിക തലങ്ങളിൽ ഉടനീളം ലംബമായ സാമൂഹിക ചലനം പ്രോത്സാഹിപ്പിച്ചു, ഡി. വർദ്ധിച്ച സ്വകാര്യ സ്കൂൾ അവസരങ്ങൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി. സാമൂഹിക സാമ്പത്തിക തലങ്ങളിൽ ഉടനീളം ലംബമായ സാമൂഹിക ചലനം പ്രോത്സാഹിപ്പിച്ചു. CDS സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. സ്ഥാപിതമായത് 1970-ലാണ്. സ്ഥാപകൻ KN രാജാണെന്ന് ഓർമ്മിക്കുക. കേരളത്തിലെ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ നയത്തിൽ താഴെ പറയുന്ന അവകാശങ്ങളിൽ ഏതാണ് ഊന്നി പറഞ്ഞത്? 1. സമത്വത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം, 2. ആക്രമണമില്ലാതെ മാന്യതയോടെ ജീവിക്കാനുള്ള അവകാശം, 3. തൊഴിൽ, വിദ്യാഭ്യാസം, പരിശീലനം, ആരോഗ്യം എന്നിവയിലേക്കുള്ള തുല്യ പ്രവേശനത്തിനുള്ള അവകാശം. 1 മാത്രം, ബി 2 മാത്രം, സി 3 മാത്രം, ഡി 1, 2, 3. ശരിയായ ഉത്തരം ഡി 1, 2, 3. സമത്വത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ആക്രമണമില്ലാതെ മാന്യതയോടെ ജീവിക്കാനുള്ള അവകാശം, 3. തൊഴിൽ, വിദ്യാഭ്യാസം, പരിശീലനം, ആരോഗ്യം എന്നിവയിലേക്കുള്ള തുല്യ പ്രവേശനത്തിനുള്ള അവകാശം. അധിനിവേശ മേഖല, ഡോക്ട്രിൻ ഓഫ് ഓക്യുപ്പൈഡ് ഫീൽഡ് തിയറി എന്ന സിദ്ധാന്തം ഏത് അനുച്ഛേദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ അനുച്ഛേദം 14, ബി അനുച്ഛേദം 21, സി അനുച്ഛേദം 254, ഡി മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. ശരിയായ ഉത്തരം അനുച്ഛേദം 254. അധിനിവേശ മേഖല എന്ന സിദ്ധാന്തം ഏത് അനുച്ഛേദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി അനുച്ഛേദം 254. ഡോക്ട്രിൻ ഓഫ് ഓക്യുപ്പൈഡ് ഫീൽഡ് അധിനിവേശ മേഖലാ സിദ്ധാന്തം കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തമാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 254 ബന്ധപ്പെട്ടിരിക്കുന്നു. കേരളം ഒരു വളർച്ചാ വിരോധാഭാസത്തെ ഗ്രോത്ത് പാരഡോക്സ് നേരിടുന്നു. കാരണം എ. ശക്തമായ കയറ്റുമതി എന്നാൽ കുറഞ്ഞ പണമേക്കൽ, ബി. GDP-യിൽ കൃഷി ആധിപത്യം പുലർത്തുന്നു, സി. കുറഞ്ഞ സാക്ഷരത എന്നാൽ ഉയർന്ന വരുമാനം, ഡി. ഉയർന്ന മനുഷ്യ വികസനം എന്നാൽ ദുർബലമായ വ്യാവസായിക അടിത്തറ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി. ഉയർന്ന മനുഷ്യ വികസനം എന്നാൽ ദുർബലമായ വ്യാവസായിക അടിത്തറ. കേരളം ഒരു വളർച്ചാ വിരോധാഭാസത്തെ നേരിടുന്നു. കാരണം ഓപ്ഷൻ ഡി. ഉയർന്ന മനുഷ്യ വികസനം എന്നാൽ ദുർബലമായ വ്യാവസായിക അടിത്തറ. എല്ലാ സംസ്ഥാനങ്ങളുടെയും ശരാശരിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കേരള സർക്കാരിൻ്റെ സ്വന്തം നികുതി വരുമാന വിഹിതം. എല്ലാ സംസ്ഥാനങ്ങളുടെയും ശരാശരിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കേരളത്തിൽ സർക്കാരിൻ്റെ സ്വന്തം നികുതി വരുമാന വിഹിതം. ഓപ്ഷൻ എ ശരാശരിയേക്കാൾ കുറവ്, ബി ശരാശരിയേക്കാൾ കൂടുതലാണ്, സി ശരാശരിക്ക് തുല്യമാണ്, ഡി നിസ്സാരമാണ്. ശരിയായ ഉത്തരം ശരാശരിയേക്കാൾ കൂടുതലാണ്. എല്ലാ സംസ്ഥാനങ്ങളുടെയും ശരാശരിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കേരള സർക്കാരിൻ്റെ സ്വന്തം നികുതി വരുമാന വിഹിതം ശരാശരിയേക്കാൾ കൂടുതലാണ്. കേരളത്തിൻ്റെ പ്രധാന നികുതി വരുമാന സ്രോതസ്സുകൾ ഏതാണെന്ന് ചോദിച്ചാൽ സംസ്ഥാന GST, സംസ്ഥാന എക്സൈസ് തീരുവ, മോട്ടോർ വാഹന നികുതി, സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസുമാണെന്ന് ഓർമ്മിക്കുക. കേരളത്തിൻ്റെ സർക്കാർ ചിലവ് ഘടനയെക്കുറിച്ചുള്ള ഇനിപ്പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി?
ശമ്പളം, പെൻഷൻ, പലിശ പേയ്മെൻറ്റുകൾ എന്നിവ ചെലവിൻ്റെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. മൂലധന ചെലവ് സ്ഥിരമായ വരുമാന ചെലവിനേക്കാൾ ആധിപത്യം പുലർത്തുന്നു. ഉയർന്ന പ്രതിബദ്ധതയുള്ള ചെലവ് സാമ്പത്തിക വഴക്കത്തെ നിയന്ത്രിക്കുന്നു. ഓപ്ഷനുകൾ 1, 3 മാത്രം, 2, 3 മാത്രം, 1, 2 മാത്രം, 1, 2, 3 എല്ലാം. ശരിയായ ഉത്തരം 1, 3 മാത്രം. ശരിയായ ഉത്തരം 1, 3 മാത്രം. കേരളത്തിൻ്റെ സർക്കാർ ചെലവ് ഘടനയെക്കുറിച്ചുള്ള ഇനിപ്പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? ശമ്പളം, പെൻഷൻ, പലിശ പേയ്മെൻറ്റുകൾ എന്നിവ ചെലവിൻ്റെ ഒരു പ്രധാന പങ്ക് ഉപയോഗിക്കുന്നു. 3. ഉയർന്ന പ്രതിബദ്ധതയുള്ള ചെലവ് കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ സാമ്പത്തിക വഴക്കത്തെ ഫിസ്ക്കൽ ഫ്ലെക്സിബിലിറ്റി നിയന്ത്രിക്കുന്നു. ജെയിംസ് തോംസൻ്റെ സാങ്കേതിക വിദ്യ വർഗീകരണത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ജെയിംസ് തോംസൻ്റെ സാങ്കേതിക വിദ്യ വർഗീകരണത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? തീവ്ര സാങ്കേതിക വിദ്യ, ബി മീഡിയേറ്റിംഗ് സാങ്കേതിക വിദ്യ, സി ലോങ് ലിങ്ക്ഡ് സാങ്കേതിക വിദ്യ, ഡി ലോങ് ബാച്ച് സാങ്കേതിക വിദ്യ. ശരിയായ ഉത്തരം ലോങ് ബാച്ച് സാങ്കേതിക വിദ്യ. ജെയിംസ് തോംസൻ്റെ സാങ്കേതിക വിദ്യ വർഗീകരണത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ലോങ് ബാച്ച് സാങ്കേതിക വിദ്യ. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ ബൈ. താങ്ക് യു.